ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. ഇന്ന് ഞാൻ ഉള്ളി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഉള്ളി കൊണ്ട് നമ്മൾ ഒരുപാട് വെറൈറ്റി സ്നാക്സുകൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഉള്ളി സ്റ്റഫ് ചെയ്തിട്ടുള്ളൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഷിഗാസ് കഫേ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത്. സവാള ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു സവാള ഇതളായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സവാളൻ്റെ 2 സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഒഴിവാക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു സവാളൻ്റെ സെൻറ്ററിലായിട്ടുള്ള ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 സവാള ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഒരു സോസ് പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു സവാള മുങ്ങിക്കിടക്കാനുള്ള രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സവാള നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. സവാള കുക്കാകുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ക്യാബേജ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഫില്ലിങ്ങിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനൊരു 5 പീസ് ചിക്കന് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് വേണമെന്നൊന്നുമില്ല, നമ്മൾ വേവിച്ചിട്ടുള്ള ചിക്കനായാലും കുഴപ്പമില്ല. അപ്പോൾ ഫ്രൈ ആയ ശേഷം ഞാനത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കനും കൂടെ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുന്തിരി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവിടെ ഉള്ളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉള്ളി കുക്കായിട്ടുണ്ടോയെന്ന് അറിയാൻ ഉള്ളി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ എതളായിട്ട് ഇങ്ങനെ വേറിട്ട് വരുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഉള്ളി കുക്കായി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ എതളായിട്ട് വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റുക. പിന്നെ നമുക്ക് ഈ ഒരു ഉള്ളി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അധികം സമയമൊന്നും എടുക്കൂല. പിന്നെ ഈ ഫില്ലിങ്ങിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയണൈസാണ്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് ചതച്ചതാണ്. അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം സ്പൈസി ആകുമ്പോഴാണ് ഈ ഒരു സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ അതുപോലെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചതോ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് എതളായിട്ടൊന്ന് വേറെടുത്തിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് എതളായിട്ട് വേറിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ പൊട്ടാതെ എതളായിട്ട് വേറിട്ടെടുക്കാം. ഇപ്പോൾ എല്ലാ ഉള്ളിയും ഞാൻ ഇതുപോലെ ഇതളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാലയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മസാല എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റോൾ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ വേവിച്ചതുകൊണ്ട് ഇത് പൊട്ടിപ്പോകുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഉള്ളി ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉള്ളി വേവിച്ചതുകൊണ്ടാണ് നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഉള്ളി കറക്റ്റായിട്ട് കുക്കായിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും.
അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉള്ളിയൊക്കെ നമുക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഉള്ളി ഞാൻ ഫില്ലിങ് വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക. പിന്നെ റോൾ ചെയ്ത ശേഷം ഈ ഒരു ഫില്ലിങ് കുറച്ച് പുറത്ത് കാണുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിനൊരു കോട്ടിങ് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് ഉള്ളി ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്നതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളിക്ക് ഒരു കോട്ടിങ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോഴിമുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് ഈ ഒരു കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളി നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ട് തന്നെ നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഈ ബ്രെഡ് ക്രംസ് ഈ ഉള്ളിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഉള്ളിയും ഇതുപോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു കോട്ടിംഗ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ഡബിൾ കോട്ടിങ് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി ഒരു കോട്ടിങ് മാത്രം കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഉള്ളി ഞാൻ ഡബിൾ കോട്ടിങ് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് ഒന്നും കൂടെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ഒരു കോട്ടിങ് മാത്രം കൊടുത്തിട്ട് റോൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഉള്ളിയാട്ടോ ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഉള്ളി ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഉള്ളി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലധികം കോട്ടിങ് പിടിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ ഈ ഒരു ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ശേഷം അധികം നേരം ഇതൊരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഉള്ളി ഉണ്ടാവുക. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഉള്ളിയും. അധികം ക്രിസ്പിനെസ് വേണ്ടെന്നുള്ളവർക്ക് ഇതുപോലെ ഒരു കോട്ടിങ് മാത്രം കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ രണ്ടാമതായിട്ട് നമ്മൾ ഡബിൾ കോട്ടിങ് കൊടുത്തിട്ടുള്ള ആ ഒരു ഉള്ളിയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡബിൾ കോട്ടിങ് കൊടുത്തിട്ടുള്ള ഒരു ഉള്ളി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നമ്മൾ ഡബിൾ കോട്ടിങ് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ. അതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ. ഇത് ഞാനായിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സിന് ഞാനിട്ടിട്ടുള്ള പേര് ഉള്ളി ഷവർമ്മ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉള്ളിൻ്റെ പച്ച ടേസ്റ്റും ഒന്നല്ല, ഉള്ളി ഫ്രൈ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാലയൊക്കെ കഴിക്കാൻ. ഇതിൽ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്